നമസ്കാരം. ഇന്ന് നമുക്ക് 18 മഹാപുരാണങ്ങളിലെ ഒരു പുരാണമായ ഭാഗവത മഹാപുരാണത്തെക്കുറിച്ച് ഒന്ന് നോക്കാം. സർപ്പരാജാവായ തക്ഷകൻ്റെ ദംശനത്താൽ 7 ദിവസത്തിനകം കൊല്ലപ്പെടും എന്ന് മുനിശാപം കിട്ടിയ പരീക്ഷിത്ത് മഹാരാജാവിന് ശ്രീ ശുഖമഹർഷി ഭാഗവത കഥ പറഞ്ഞു കൊടുക്കുന്നതാണ് ഭാഗവത മഹാപുരാണത്തിൻ്റെ പശ്ചാത്തലം. മഹാപുരാണ പരമ്പരയിലെ 5ാമത്തെ ഗ്രന്ഥമാണ് ഭാഗവത മഹാപുരാണം. വേദവൃക്ഷത്തിൻ്റെ സ്വാദിഷ്ടമായ ഫലമാണ് ഭാഗവതമെന്ന് പറയുന്നു. 12 സ്കന്ധങ്ങളിലായി 18,000 ശ്ലോകങ്ങളുള്ള മഹാപുരാണമാണ് ഭാഗവത മഹാപുരാണം. വേദോപനിഷത്തുകളുടെ സാരസർവസ്വമാണത്. നിഹമ കൽപ്പതരോർഗളിതഫലം ശുഖമുഖാദമൃത ദ്രവസംയുതം പിഞ്ചത ഭാഗവതം രസമാലയം മുഹിരഹോ രസിക ഭുവി ഭാവുക. വേദമാകുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ പരിപക്വമായ ഫലമാണ് ഭാഗവതം. അമൃതരസപൂർണമായ ആ ഫലം ശുഖമഹർഷിയുടെ മുഖത്തിലൂടെ ആണ് നിർഗളിച്ചത്. സ്വതറിയുന്ന ഭാഗ്യവാന്മാരെ പരമലയത്തിലെത്തും വരെ ഭാഗവതമാകുന്ന രസത്തെ വീണ്ടും വീണ്ടും ആസ്വദിക്കുക. ഭാഗവതം ഭക്തിസാന്ദ്രമാണ്. ഭക്തിക്ക് അനേകം തലങ്ങളുണ്ട്. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവ, അർച്ചന, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം മുതലായവയാണത്. ശ്രദ്ധയോടെ കേൾക്കുന്ന ശ്രവണം തൊട്ട് അന്തിമമായ അവസ്ഥയായ ആത്മനിവേദനം വരെയുള്ളതാണ് ഭക്തിയുടെ തലങ്ങൾ. ഇതിലെ പ്രതിപാദ്യ വിഷയം ബ്രഹ്മമാണ്. മനസ്സിനോ വാക്കിനോ വിഷയമല്ലാത്തതും അനുഭവം കൊണ്ട് മാത്രം അറിയപ്പെടുന്നതും എല്ലാ കാലത്തുള്ളതും കാണാവുന്നതിനും കേൾക്കാവുന്നതിനും അപ്പുറത്തുള്ളതുമാണ് ബ്രഹ്മം. പ്രപഞ്ച സൃഷ്ടി, പ്രധാന അവതാരങ്ങൾ, ശ്രീ നാരദൻ്റെ ഉപദേശം, മുൻജന്മം, ഭഗവാൻ ദ്വാരകയിലേക്ക് പുറപ്പെടുന്നത്, ഭീഷ്മരുടെ ഉപദേശം, പരീക്ഷത്തിൻ്റെ ദിഗ്വിജയം, കലിനിഗ്രഹം, ഭാഗവത രചന തുടങ്ങിയവ പ്രഥമ സ്കന്ധത്തിൽ വിവരിക്കുന്നു. ദ്വിതീയ സ്കന്ധത്തിൽ വിരാട് സ്വരൂപ വർണ്ണന, യാഗഫലങ്ങൾ, മംഗളപ്രാർത്ഥന, സൃഷ്ടി, ഭാഗവത ലക്ഷണങ്ങൾ, ഭാഗവത സാരം എന്നിവ പറയുന്നു. തൃതീയ സ്കന്ധത്തിൽ വിതുരരുടെ തീർത്ഥയാത്ര, യദുവംശനാശം, ബ്രഹ്മസ്തുതി, ഹിരണ്യാക്ഷവധം, കപില അവതാരം, കപില ഉപദേശം, വിരാട് സർഗം, മോക്ഷം, താമസ രാജസ സാത്വിക ഗതികൾ എന്നിവ പറയുന്നു. ചതുസ്കന്ധത്തിൽ ദക്ഷയാഗം, സാധനാ നിരൂപണം, വേനൻ്റെ രാജാഭിഷേകം, ഭഗവത് പ്രസാദം, സ്വധർമ്മമെന്നാൽ എന്ത്, ജ്ഞാനോപദേശം തുടങ്ങി 31 അധ്യായങ്ങളിലായി പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ പഞ്ചമസ്കന്ധത്തിൽ 26 അധ്യായങ്ങൾ കാണാം. അതിൽ ജ്ഞാനപുരാണം, വൈരാഗ്യ നിരൂപണം, ഭരതചരിതം, തത്വോപദേശം, കിംപുരുഷ വർഷം, സൂര്യഗതി, നരകങ്ങൾ, ശിശുമാരൻ തുടങ്ങിയവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഷഷ്ഠസ്കന്ധത്തിൽ 19 അധ്യായങ്ങളിലായി ഭഗവത് നാമ മാഹാത്മ്യം, ഭക്തപ്രസാദം, ഭക്തിയോഗം, ദേവീശാപം, മരുത്തുക്കളുടെ ജനനം, നാരായണ കവചം തുടങ്ങിയവ പ്രതിപാദിക്കുന്നു. സപ്തമസ്കന്ധത്തിൽ ഹിരണ്യകശിപുവിൻ്റെ തപസ്, വരദാനം, പ്രഹ്ലാദചരിതം, സന്യാസീധർമ്മം, ഗൃഹസ്ഥധർമ്മം, കർമ്മയോഗം തുടങ്ങി 15 അധ്യായങ്ങളുണ്ട്. അഷ്ടമസ്കന്ധത്തിൽ മന്വന്തരങ്ങൾ, അമൃതമഥനം, അമൃതലാഭം, രുദ്രമോഹം, വാമനാവതാരം, മഹാബലിയുടെ സർവസ്വദാനം, മത്സ്യാവതാരം തുടങ്ങി 24 അധ്യായങ്ങൾ കാണാം. നവമസ്കന്ധത്തിൽ സൂര്യവംശത്തെക്കുറിച്ചും ചന്ദ്രവംശത്തെക്കുറിച്ചും വർണ്ണിക്കുന്നു. ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണ അവതാരം, നാമകരണം, അഘാസുരമോക്ഷം, ബ്രഹ്മസ്തുതി, കാളിയമർദ്ദനം, വേണുഗീതം, കാർത്യായനി പൂജ, ഗോകുലരക്ഷ, രാസക്രീഡ, കേശീവധം, കംസവധം, ഉപനയനം, അക്രൂരാഗമനം തുടങ്ങി 49 അധ്യായങ്ങൾ കാണാം. ദശമസ്കന്ധത്തിൽ നരകാസുരവധം, അനിരുദ്ധ വിവാഹം, ബാണയുദ്ധം, രുക്മിണീഹരണം, ഭഗവാന്റെ സല്ലാപം, സമന്തകോപാഖ്യാനം, ഭഗവാന്റെ ദിനചര്യ, മുനിമാരുടെ ആഗമനം, രുദ്രമോഷണം, വിഷ്ണു മാഹാത്മ്യം, രാജസൂയം തുടങ്ങി 90 അധ്യായങ്ങൾ കാണാം. ഏകാദശ സ്കന്ധത്തിൽ വിഷ്ണുമായ, സ്വധർമ്മം, വിഷ്ണുഗീതം, സംഖ്യാതത്വ നിരൂപണം, വിഭൂതികൾ, സിദ്ധികൾ, ധ്യാനയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം തുടങ്ങി 31 അധ്യായങ്ങൾ കാണാം.
ദ്വാദശ സ്കന്ധത്തിൽ കലിദോഷ നിവാരണം, ഹരികീർത്തനം, പ്രളയ നിരൂപണം, അഥർവ വേദവിഭാഗം, മായാദർശനം തുടങ്ങി 13 അധ്യായങ്ങൾ കാണാം. ഭാഗവത മഹാപുരാണം വൈഷ്ണവ പാരമ്പര്യത്തിൽപ്പെട്ട ഒരു പുരാതന ഗ്രന്ഥമാണ്. ഏകദൈവോപാസനയും ഭക്തിയുടെ മഹത്വവും ജീവിതത്തിൻ്റെ സമഗ്രതയും ഭാഗവത മഹാപുരാണത്തിൽ വിവരിക്കുന്നു. വേദാന്ത സിദ്ധാന്തങ്ങൾ അടങ്ങിയതുകൊണ്ട് മാത്രമല്ല, ഇതിൻ്റെ മതാനുഭൂതിയും ദാർശനികതയും കൂടി കൊണ്ടാണ് ഭാഗവത മഹാപുരാണം ഹിന്ദു സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നത്. വേദങ്ങൾക്കും ഉപനിഷത്തുകൾക്കും ശേഷം ഭാഗവതം ആയിരിക്കാം സിദ്ധാന്തപരമായി സുപ്രധാനമായ ഒരു കൃതിയായി പരിഗണിക്കപ്പെടുന്നത്. ഹിന്ദു സംസ്കാര പരമ്പരയിൽ ഇതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഭാഗവത മഹാപുരാണത്തിൽ 12 സ്കന്ധങ്ങളിലായി വ്യത്യസ്തമായ കഥകളും ആശയങ്ങളും പ്രതിപാദിക്കുന്നു. പ്രഥമ സ്കന്ധത്തിൽ മുഖ്യമായ ലോകത്തിൻ്റെ സൃഷ്ടിയും വിവിധ യുഗങ്ങളിലെ ജീവിതവും ശ്രീകൃഷ്ണൻ്റെ ഗുണങ്ങളും മഹാഭാരത യുദ്ധവും ഭക്തിയുടെയും ധർമ്മത്തിൻ്റെയും സംരംഭങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. ദ്വിതീയ സ്കന്ധത്തിൽ ലോകത്തിൻ്റെ നിർമ്മാണം, പ്രളയകാലത്ത് വിഷ്ണുവിൻ്റെ അതീവ പ്രാധാന്യം, ഭാഗവത വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ചിന്താഗതികൾ എന്നിവയെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. തൃതീയ സ്കന്ധത്തിൽ കപില മഹർഷിയുടെ സാംഖ്യദർശനം, ഭക്തി, യോഗം, സൃഷ്ടി, വിശ്വാസം, പ്രപഞ്ചത്തിൻ്റെ ജീവജാലങ്ങളുടെ സ്വഭാവം എന്നിവ വിവരിക്കുന്നു. ദശമ സ്കന്ധത്തിൽ ഭാഗവത മഹാപുരാണം ഭക്തിയുടെ മഹത്വം ഉദ്ദേശിക്കുന്ന ഒരു തത്വശാസ്ത്രമായാണ് കാണുന്നത്. ഇത് ഭക്തിയിലേക്ക് ജനങ്ങളെ നയിക്കുകയും ജീവിതത്തിൽ ദൈവ ഉപാസനയുടെ പ്രാധാന്യം വളർത്തുകയും ചെയ്യുന്നു. ഭക്തി എന്നത് സകല സമ്പന്നതകളുടെയും ഒരു വഴിയാണെന്നും ഭക്തിയിലൂടെ ആസ്വദിക്കുന്ന ആത്മീയ സമാധാനമാണ് ഏറ്റവും വലിയ കൈവരിക്കൽ എന്നുള്ള ആശയമാണ് ഭാഗവത മഹാപുരാണം പ്രചരിപ്പിക്കുന്നത്. ഭാഗവത മഹാപുരാണം ഒരു കഥാമാലികയല്ല, മറിച്ച് മനുഷ്യരുടെ ശരിയായ ജീവിത വഴികളെ നിർദ്ദേശിക്കുന്ന ഉപദേശ ഗ്രന്ഥം കൂടിയാണ്. ഭക്തി, പാപം, ധർമ്മം ഇവയെ വിശദമായി വിവരിക്കുന്നു. വിശ്വത്തിൻ്റെ അസ്തിത്വം, മനുഷ്യൻ്റെ ധാർമ്മിക ബാധ്യതകൾ, രക്ഷയുടെ മാർഗങ്ങൾ എന്നിവ വിശദമാക്കുന്നു. ഭാഗവത മഹാപുരാണം മനുഷ്യരാശിയുടെ ആത്മീയ പരിണാമത്തിനുള്ള ഉപദേശമെന്ന നിലയിൽ പൊതുവിൽ സ്വീകരിക്കപ്പെടുന്നു. ഇന്ത്യൻ സാംസ്കാരിക പൈതൃകത്തിൽ ഭാഗവത മഹാപുരാണത്തിന് അഭിമാനകരമായ സ്ഥാനമുണ്ട്. ജീവിതത്തെ ശാസ്ത്രീയമായ അറിവിലേക്ക് നയിക്കുന്ന ആശയങ്ങൾ ഭാഗവത പുരാണത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. മനുഷ്യൻ്റെ ആത്മീയോദ്ധാരണത്തിനും മോക്ഷ അന്വേഷണത്തിനും ഭാഗവത പുരാണം നേതൃത്വം നൽകുന്നു. വിഷ്ണുവിനെ പരമസത്യമായി കാണുന്നതാണ് ഈ പുരാണത്തിൻ്റെ ആദ്യ ദർശനം. വിഷ്ണുവാണ് സർവ്വസൃഷ്ടിയുടെ കർമ്മം, വിശ്രമം, പരിപാലനം എന്നിവയുടെ സൃഷ്ടാവും രക്ഷകനും. ഇഹലോക സൗഖ്യങ്ങൾ മറന്ന് പരമസത്യമായ ഭഗവാനിൽ എല്ലാത്തിനെയും സമർപ്പിക്കുക എന്ന ആശയം ഭാഗവത മഹാപുരാണം ഭക്തർക്ക് നൽകുന്നു. ഭക്തിയുടെ മഹത്വം. ശബരി, ധ്രുവൻ, പ്രഹ്ലാദൻ ഇവരുടെ ഭക്തി ഭാഗവത മഹാപുരാണത്തിൽ കാണാം. ഭക്തിയുടെ ശക്തിയാണ് ഇത് വെളിവാക്കുന്നത്. മോക്ഷത്തിലേക്കുള്ള വഴി ഭക്തിയാണെന്ന് ഇതിൽ ഊന്നിപ്പറയുന്നു. ലോകത്തിലെ സുഖങ്ങളും ദുഃഖങ്ങളും താൽക്കാലികമാണെന്നും ഭാഗവത പുരാണം വ്യക്തമാക്കുന്നു. മനുഷ്യർ ഇത് താൽക്കാലിക ലോകത്തിൻ്റെ അടിമകളായി ജീവിക്കുന്നു എന്നും സത്യം ആവിഷ്കരിച്ചവൻ മാത്രം മോക്ഷം കൈവരിക്കുന്നു എന്നും പറയുന്നു. ഈ ദർശനം ലോകത്തെ ദുഃഖങ്ങളെ അതിജീവിച്ച് ഭഗവാനിൽ അഭയം പ്രാപിക്കാനുള്ള മാർഗം കാണിക്കുന്നു. അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക്. അജ്ഞാനം ധർമ്മത്തെയും ഭക്തിയെയും വിലക്കുന്നതാണ്. ഭാഗവത പുരാണം അജ്ഞാനത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു, ജ്ഞാനത്തിൻ്റെ പ്രാധാന്യം വിവരിക്കുന്നു. ധ്യാനവും ശാന്തിയും പ്രമാണിച്ചുള്ള ജീവിതമാണ് വിശുദ്ധ ജീവിതമെന്ന് ഇവിടെ പ്രബോധിപ്പിക്കുന്നു. ശ്രീകൃഷ്ണൻ്റെ പല അവതാര കഥകൾ ഭാഗവത പുരാണം അനാവരണം ചെയ്യുന്നു. ഓരോ അവതാരവും ഒരു ദുഷ്ടശക്തിയെ നശിപ്പിക്കുന്നു. സനാതന ധർമ്മത്തെ സംരക്ഷിച്ച് വിശ്വത്തെ പ്രബോധിപ്പിക്കുന്നു. ആത്മീയതയുടെ ഗാംഭീര്യം, ധർമ്മത്തിൻ്റെ ഗൗരവം, ആത്മജ്ഞാനം, അനുഗ്രഹം എന്നിവ ഇതിൻ്റെ ദർശനങ്ങളാണ്. യോഗമാർഗങ്ങൾ, സാംഖ്യ ദർശനം, നീതി, സത്യം, ധർമ്മം, ധാർമ്മികത, നീതിന്യായം, കാലദർശനത്തിൻ്റെ ഉപദേശം ഇതൊക്കെയാണ് ഭാഗവത മഹാപുരാണത്തിൽ കാണുന്ന പ്രധാന ദർശനങ്ങൾ. നിന്ദിച്ചാലും വഞ്ചിച്ചാലും ശപിച്ചാലും അപമാനിച്ചാലും
താടിച്ചാലും ഭക്തന്മാർ പ്രതികാരം ചെയ്യുകയില്ല. മറ്റുള്ളവരുടെ ചെയ്തികൾ മൂലം ഉണ്ടാകുന്ന ദുഃഖം സജ്ജനങ്ങൾ ഗണിക്കുന്നില്ല. ഭാഗവത പുരാണം കേൾക്കുന്നവർക്കെല്ലാം ഫലേച്ഛയില്ലാത്ത ഭക്തിയുണ്ടാകും. ഭോഗാസക്തന് ഭഗവാൻ ഭോഗ്യപദാർത്ഥങ്ങൾ നൽകും. ജ്ഞാനികളായ യോഗികൾക്ക് ഭഗവാൻ ആനന്ദം കൊടുക്കും. വൈരാഗ്യമുള്ളവർക്ക് ഭഗവാൻ ശക്തി നൽകും. എല്ലാവർക്കും ഹരിനാമകീർത്തനം കൊണ്ട് മാത്രം ശ്രേയസ്സുണ്ടാകും എന്ന് പറയുന്നു. ശ്രേയോമാർഗത്തിൽ മനസ്സിരുത്താത്തവർ അനേകകാലം ജീവിച്ചിരുന്നാലും ഒരു ഫലവുമില്ല. ധ്യാനിക്കുന്നവന് രജോ ഗുണം വർദ്ധിച്ചാൽ ഉറക്കം വരും, മനസ്സിന് ഉറപ്പുണ്ടാകുകയില്ല. ധ്യാനം കൊണ്ട് മനസ്സിനെ ജയിച്ചാൽ ഭക്തിയോടുകൂടിയ യോഗം ഉണ്ടാകും. ജിതേന്ദ്രനായി ജിതസംഗനായി ഭഗവാനെ വിരാട് രൂപത്തിൽ സ്ഥൂലരൂപത്തിൽ ധ്യാനിക്കണം. ത്രികാലങ്ങളിലും നാശമില്ലാത്തവനാണ് ഈശ്വരൻ. ആനന്ദസ്വരൂപനായ ഈശ്വരനിൽ മനസ്സുറപ്പിക്കണം. ദേഹത്തിലോ ഇന്ദ്രിയങ്ങളിലോ ആസക്തനായിരിക്കരുത്. സംസാര ദുഃഖത്തിന് കാരണം ആസക്തിയാണ്. ജനന മരണരൂപമായ സംസാരം ഒഴിവാക്കാൻ സർവാത്മന ഈശ്വരധ്യാനം ചെയ്യണം. നിർഗുണ ബ്രഹ്മത്തിൽ മനസ്സുറപ്പിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ മനസ്സ് എത്തുന്നിടത്തെല്ലാം ഈശ്വരനാണ് എന്നങ്ങ് സങ്കല്പിക്കുക. കായേന വാചാ മനസ്സേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യത് യത് സകലം പരസ്മൈ നാരായണോ യേതി സമർപ്പയാമി. ഭാഗവത പുരാണം ഭക്തിമാർഗത്തെ ബലപ്പെടുത്തുകയും മനുഷ്യർക്ക് ഉത്തമ ജീവിതമാർഗം പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മഹാപ്രമാണവും ഓരോ ഭക്തനും ഓരോ സാധകനും മനസ്സിരുത്തി വായിച്ച് മനനം ചെയ്യേണ്ടതും അനിവാര്യമാണ്. ഞാൻ എന്തു ചെയ്താലും എൻ്റെ ശരീരം, സംസാരം, മനസ്സ് അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ബുദ്ധി, ഹൃദയവികാരങ്ങൾ, എൻ്റെ മനസ്സിൻ്റെ സ്വാഭാവിക പ്രവണതകൾ എന്നിവ പരമാത്മാവിന് വേണ്ടി സമർപ്പിക്കുന്നു. ഫലേച്ഛയില്ലാതെയാണ് പരമാത്മാവിനെ സ്മരിക്കേണ്ടത്. ശ്രീനാരായണൻ്റെ താമരപാദങ്ങളിൽ സർവ്വതും സമർപ്പിക്കുന്നു എന്നതാണ് മേൽപ്പറഞ്ഞ പദ്യശകലത്തിൻ്റെ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഭാഗവത മഹാപുരാണം ഇവിടെ നിർത്തുന്നു. ഇനി നമുക്കൊരു പുതിയ വിഷയവുമായി വീണ്ടും കാണാം.